ഹായ്, പ്രൈസ് ലോർഡ്. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഒരു സാക്ഷ്യമായിട്ട്, ഇല്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു അനുഭവവും എൻ്റെ ജീവിതവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് രണ്ട് വാക്യം എൻ്റെ ജീവിതവും തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങളെ അറിയിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഈ വാക്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതായത് ഈ വാക്യം എനിക്ക് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. അതായത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാനിത് കമ്പയർ നോക്കി. ഈ ഒരു വാക്യം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ കമ്പയർ നോക്കിയപ്പോൾ ശരിയാണ്. കാരണം ഇത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം നഷ്ടമായി. അതായത് അമ്മ കൂടെ ഉണ്ടായിട്ടും എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല അമ്മയുടെ ഇതുവരെയായിട്ടും. ഇത്രയും വർഷം, എനിക്ക് 28 വയസ്സായി. 28 വർഷത്തോളം അമ്മയുടെ സ്നേഹം എന്താണോ, അല്ല അമ്മയുടെ വാത്സല്യം എന്താണോ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല ജീവിതത്തിൽ. അതായത് കൊച്ചിലെ തൊട്ടേ അമ്മയുണ്ട്, പക്ഷെങ്കിൽ അമ്മയുടെ കൂടെ ഞാൻ നിൽക്കുകയോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 വർഷം അമ്മയുടെ നിന്ന് കാണും. അതിൽ കൂടുതൽ ഞാൻ അമ്മയോട് നിന്നിട്ടില്ല. പക്ഷെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2005 തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് അമ്മയുടെ കൂടെ വന്ന് നിൽക്കണം, അമ്മയുടെ സ്നേഹം കിട്ടണം, ഇല്ല അമ്മയുടെ വാത്സല്യം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനെ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ വളർന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 2022 ഒക്കെ ആയ സമയത്ത് അതുവരെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും പ്രാർത്ഥന ഞാൻ കൈവിട്ടിട്ടില്ലായിരുന്നു. അമ്മയുടെ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും 2022 ആയപ്പം എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഞാൻ ഒരുപാട് കരയുകയും നിലവിളിക്കുകയും ചെയ്തിരുന്ന സമയത്ത്. പക്ഷേ എങ്കിലും എന്താണ് ഇത്രയും താമസിച്ചതെന്ന ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തോട് തന്നെ ചോദിക്കുമായിരുന്നു, എന്താണ് ഇത്രയും പ്രാർത്ഥന കേൾക്കാൻ താമസിച്ചത്, എത്ര വർഷം ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നീ ദൈവത്തെ നീ പരീക്ഷിക്കരുതെന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുമ്പം എന്താണ് ഈ ലേറ്റായിട്ടുള്ള ഉത്തരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ താമസിച്ചുള്ള ഉത്തരം ലഭിക്കുന്നത് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുള്ളപ്പം ഞാനിങ്ങനെ കേൾക്കാനുണ്ടായിരുന്നു. അതായത് നമുക്ക് ലേറ്റായിട്ട് മറുപടി ലഭിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ കാണും, അല്ലേ? നമ്മളിപ്പം പെട്ടെന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ലഭിക്കുക, ഇൻസ്റ്റൻ്റായിട്ട് കേൾക്കുക, അതല്ല നമുക്ക് വേണ്ടത്. അതായത് ചിലപ്പോൾ നമ്മളെ പണിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്, അല്ലേ? ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ പണിയാനായിരിക്കും നമ്മളെ ഓരോരുത്തരുന്നത്. അതായത് നമ്മൾ പഠിക്കണം. അതായത് ചില സമയത്ത് ഇപ്പം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് പഠിക്കില്ലായിരുന്നു. ചില കാര്യങ്ങളെന്ന് വെച്ചാൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്താ പറയുക, മടിയനായി പോയേനെ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേ മടിയനാണ്, അപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുഴിമടിയനായി പോയേനെ. ചിലപ്പോൾ അത് കർത്താവായിട്ട് ചിലപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും, ഇല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും എനിക്ക് പ്രാപ്തനാക്കിയത് ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു കാരണമായി തീരായിരിക്കും. ഇപ്പം ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കുന്നതും ചിലപ്പം ആ ഒരു ഇതിൽ വളർന്നു വന്നുകൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം വെച്ചാൽ എനിക്ക് ആ സ്നേഹം എൻ്റെ പിതാവിൽ കൂടി എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് എനിക്കിപ്പം ഇപ്പം അമ്മ വന്ന് കൂടെ നിന്നില്ലെങ്കിലും എനിക്ക് യാതൊരു ഒരു വിഷമോ കാര്യങ്ങളോ ഇപ്പോൾ ഇല്ല. കാരണം പാട്ടിൽ തന്നെ ഉണ്ട്, പെറ്റുതള്ള മാറിപ്പോയാൽ ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും ഇട്ടുപോകുകയില്ല യേശുവിൻ്റെ സ്നേഹം. അതാണ് എന്നെ ഇത് ഇപ്പോഴും നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അമ്മയുണ്ട്, പക്ഷെ കൂടെ ഇല്ല. ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും, കൂടെ വരണമെന്ന് പറയാനോ, അല്ലെങ്കിൽ അതിനോട് എനിക്ക് ആ ഒരു സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടാത്തപ്പം അമ്മയാണ്, അല്ലെങ്കിൽ അമ്മയോടുള്ള കരുണയാണ്, അല്ലെങ്കിൽ സ്നേഹം കൊടുക്കണം എന്നുള്ള ഇത് മനസ്സിൽ വരുന്നില്ല. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു പൈതൽ എങ്ങനെ ആയിരിക്കണം, ഇല്ല ഒരാളുടെ സ്നേഹം എങ്ങനെ കിട്ടണമായിരുന്നു. ആ സമയത്ത് ഞാൻ +2 സമയത്തൊക്കെ എല്ലാവർക്കും PTA മീറ്റിങ്ങിനൊക്കെ അമ്മമാരും പേരൻസൊക്കെ വരുമായിരുന്നു. അപ്പോൾ കുറേ പേരെന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ എന്താ വരാത്തെന്ന് ചോദിച്ചാൽ അത് ആ സമയത്തൊക്കെ പൊട്ടി ഞാൻ കരഞ്ഞിട്ടില്ല. ആ സമയത്ത് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് തന്നെയാണ് കരഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. പക്ഷേ എന്നാലും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, എപ്പോഴും എനിക്കൊരു മറുപടി ലഭിക്കും എന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടുമില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടുമില്ല. അതായത് നമ്മുടെ യഹോവയുടെ ചെവി കേൾക്കാൻ മന്ദമായിട്ടില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദൈവം കേൾക്കും. പക്ഷേ അതിന് മറുപടി എപ്പം തരണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര നിലവിളിച്ചെന്ന് പറഞ്ഞാലും എല്ലാത്തിനും അതിനായിട്ടൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം കറക്റ്റ് മറുപടി, എന്തുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആക്കിയത്, എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചുള്ള മറുപടി ദൈവം നമുക്ക് ഇതിലൂടെ വെളിപ്പെടുത്തി തരും. അത് തന്നെയാണ് എൻ്റെ ജീവിത അനുഭവവും. കാരണം ഇത്രയും വർഷം ഞാൻ നിലനിന്നതും
ഇത്ര വർഷം ഞാൻ വളർന്നതെല്ലാം അമ്മയില്ലാതെ തന്നെയാണ്. അപ്പോൾ അമ്മയില്ലാതെയും ഇല്ല അമ്മയുടെ സ്നേഹം കിട്ടാതെയും വളരാം, ഇല്ലെങ്കിൽ തന്നെ നിൽക്കാം, പ്രാപ്തി വരുത്താം, ആ ഒരു എന്താ പറയുക നിലയിലോട്ട് വളരാം എന്നുള്ളത് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച മറ്റൊരു വാക്യമാണ്, ഇത് ഈയിടയ്ക്കാണ് ഞാൻ വായിക്കുന്നത് തന്നെ. അതായത് ഞാൻ വായിച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷേങ്കിൽ എനിക്ക് സ്ട്രൈക്കാകുന്നതൊക്കെ എൻ്റെ ജീവിത അനുഭവം കൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ വാക്യം സ്ട്രൈക്കാകുന്നത് അവരുടെ ജീവിത അനുഭവം. ബൈബിളിലെ എല്ലാ വാക്യവും എല്ലാവരുടെയും ലൈഫിനെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കുക. എല്ലാവരും ലൈഫിൽ അനുഭവിച്ച ഒരു ഇത് തന്നെയായിരിക്കും ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ടാവുക. അതായത് നമുക്ക് എന്താണോ വരുവാനുള്ളത്, അടുത്ത എന്താണോ ഭൂമിയിൽ സംഭവിക്കാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സ്ട്രൈക്കായുള്ള വാക്യം എന്ന് വെച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അതായത് കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു അളവ് നിങ്ങൾക്ക് മടക്കി തരും. അതായത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ദൈവ വേലയ്ക്കായാലും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇൻകമിൽ ഒരു ഇത്ര ശതമാനം അല്ലെങ്കിൽ ഒരു ദശാംശം നമ്മളെപ്പോഴും മാറ്റി വെക്കണം. ഇതും എൻ്റെ ജീവിതാനുഭവം തന്നെയാണ്. ഞാൻ എൻ്റെ സാലറിയൊക്കെ ഒരു 17,000 ഉള്ള സമയത്ത് ഞാൻ ദശാംശം 1000 രൂപ കൊടുക്കുകയുള്ളായിരുന്നു. അപ്പം 1000 രൂപ കൊടുക്കുകയുള്ളതെന്ന് വെച്ചാൽ ചിലർ വിചാരിക്കും അത് ഓക്കെ അല്ലേ, പക്ഷേ അങ്ങനെയല്ല. ആ സമയങ്ങളിൽ എനിക്ക് മന്തിലൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു. അതായത് സാലറി കൊടുത്ത് ഞാൻ വീട്ടിൽ 1 രൂപ പോലും കൊടുക്കില്ല. 17,000 കിട്ടുന്നിടത്ത് എനിക്ക് 7,000 രൂപ റെൻറ്റും 1000 രൂപ ദശാംശം പോയി കഴിഞ്ഞാൽ 8,000 രൂപ ചിലവ് വന്നിട്ടു. ബാക്കി 9,000 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. അല്ലേ, 9,000 രൂപയിലെ 10,000 രൂപ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് മന്തിൽ ഭയങ്കര ചിലവായിരിക്കും. മന്തിൽ എനിക്ക് എങ്ങനെ വീട്ടിൽ 1 രൂപ കൊടുക്കാറില്ല ഞാൻ, വേറെ എൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും എനിക്ക് മന്തിൽ ക്യാഷ് കാര്യമൊന്നും നിൽക്കാറില്ല. ഞാൻ വേറെ ആളുടെ മേടിച്ചിട്ടാണ് റോൾ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ. പക്ഷെങ്കിൽ ഒരു 1.5 വർഷം മുന്നേ ഞാൻ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്രമീകരിക്കുകയും എൻ്റെ വിവാഹം കഴിയുകയും ആളെന്നെ പഠിപ്പിച്ചത്, അതായത് എൻ്റെ വൈഫ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. ഒന്നുമില്ല, ആദ്യം സാലറി കിട്ടിയ ഉടനെ അന്ന് തന്നെ ദശാംശം കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ തീരുമാനമെടുത്തത്. എൻ്റെ വൈഫിനെ പഠിപ്പിച്ചതാണ്. അത് എന്നാണോ സാലറി കിട്ടുന്നത് അന്ന് ആദ്യത്തെ സാലറി ക്രെഡിറ്റ് ആയ ഉടനെ ദശാംശം മാറ്റി വെക്കുക. ഇപ്പം ദശാംശം നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കുക. ആ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് ക്രമീകരിക്കുകയും ആ കാര്യം ഞാൻ അയച്ചു കൊടുക്കുകയും അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര തൃപ്തിയായി, ഭയങ്കര സമാധാനമായി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സദൃശവാക്യം 3:9 പറയുന്നു, യഹോവേ നിൻ്റെ ധനം കൊണ്ട് എല്ലാ വിളവിൻ്റെയും ആദ്യ ബലം കൊണ്ട് ബഹുമാനിക്കുക, അങ്ങനെ നിൻ്റെ കലപ്പുറകൾ സമൃദ്ധിയെ നിറയും, നിൻ്റെ ചാക്കിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. അതായത് എല്ലാ വിളവിൻ്റെയും ആദ്യ ബലം കൊണ്ട് ബഹുമാനിക്കുക. എല്ലാ വിളവിൻ്റെ ആദ്യ ബലം എന്ന് വെച്ചാൽ എന്ത് സാലറി എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും അതിൻ്റെ ആദ്യത്തെ പങ്ക് യഹോവയ്ക്ക് കൊടുക്കണം. ഇല്ല ദൈവ വേലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഉയർച്ച ഉണ്ടാവും. അതായത് ലഭിക്കുന്നത് നമ്മളിപ്പം കൊടുക്കുമ്പോൾ നമ്മൾ വിഷമിച്ചായിരിക്കും കൊടുക്കുക, പക്ഷേ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെല്ലാം വാങ്ങും. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം. അന്നേരം നമുക്ക് എന്താ പറയുക, നമ്മളൊരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തികം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവം ഒരാളിൽ കൂടെ നമ്മളോട് പ്രവർത്തിക്കും. അപ്പം എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. എന്താ പറയുക, അതുപോലെ തന്നെ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ജോലിയുണ്ട്, പപ്പയ്ക്കും പണിയുണ്ട്, അപ്പോൾ പപ്പ ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വലിയതായിട്ട് കൊടുക്കത്തില്ലായിരുന്നു. മാസത്തിൽ 1 കൊടുത്തു, അടുത്ത മാസം കൊടുക്കില്ല, അതിൻ്റെ അടുത്ത മാസം ചിലപ്പം പാസ്റ്റിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച പല മാസങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ആലോചിച്ച് വരുമ്പം ആ ജോലി ചെയ്ത പൈസ ഒന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഇല്ല. ഞാൻ ഇപ്പം ദശാംശം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് കിട്ടിയ ശമ്പളം അത് കൊടുത്തു കഴിയുമ്പം എൻ്റെ ബാക്കി ക്യാഷ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, ആദ്യം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, അന്നേരം ദൈവം നമുക്ക് വേണ്ടി തരുള്ളൂ അല്ലേ. അപ്പം മലാക്കി പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. എനിക്ക് മലയാളം ഇച്ചിരി വശമില്ല, ഞാൻ മലയാളം പഠിച്ചു വരുന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് തെറ്റുന്നത്. പക്ഷെങ്കിൽ ഇതിനകത്ത് പറയുന്ന പോലെ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും
ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. അതായത് ദശാംശം മുഴുവനും കൊണ്ടുവരണം. ഇപ്പം ഞാൻ ചെയ്ത പോലെ 17,000 സാലറി ഇട്ടിട്ട് 1,000 രൂപ കൊണ്ടു കൊടുക്കുക, അങ്ങനെയല്ല. നമ്മുടെ ദശാംശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 17,000 ഉണ്ടെങ്കിൽ ഞാൻ 1,700 രൂപ കൊടുക്കണമായിരുന്നു. ഞാൻ കൊടുത്തത് 1,000 രൂപയാണ്. അതിൽ ഞാൻ 700 രൂപ ഞാൻ ദൈവത്തിന് നിന്ന് അടിച്ചു മാറ്റുമായിരുന്നു. എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ അടിച്ചു മാറ്റുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല, അടിച്ചു മാറ്റാറില്ല. എത്രയാണോ കിട്ടുന്നത് സാലറി, ഇപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇന്നേക്കാളും ചിലവ് കൂടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ആഫ്റ്റർ മാരേജ്. പക്ഷെങ്കിൽ എനിക്ക് മന്ത് എൻഡിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു ടൈറ്റും ഇല്ല, ആറത്തെ ഒരു കടം മേടിച്ചിട്ടില്ല, ആറിൽ നിന്ന് ഇപ്പോൾ 1 രൂപ പോലും കടവുമില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് അത് കൊടുക്കുന്നതിലും എല്ലാത്തിലും. അതേപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ 16:17 പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താൻ്റെ പ്രതിഫലം കൊണ്ടുവരണം. അതായത് ഓരോരുത്തരും താൻ്റെ പ്രതിഫലം. ഒരു കുടുംബത്തിൽ 4 പേര് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ 4 പേരും പ്രതിഫലം കൃത്യമായിട്ട് ദേവാലയത്തിൽ എത്തിക്കുക, ഇല്ലെങ്കിൽ അർഹതപ്പെട്ട പാസ്റ്റർമാരെയോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആരെയും ദൈവദാസന്മാരെയോ എത്തിക്കുക. അല്ലാതെ ഇപ്പം 4 പേര് പണിക്ക് പോകുന്നുണ്ട്, അവർ 2 പേരും കൊടുക്കട്ടെ, അപ്പം നമ്മൾ കൊടുക്കണ്ടല്ലോ. അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവും ഓരോരോ ജോലിയാണ് തന്നിരിക്കുന്നത്, ഓരോരോ സാലറി ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോരുത്തരും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ദൈവമെല്ലാം കണക്ക് എഴുതി വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വായിച്ച വാക്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അതായത്, ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. എന്നെ അത് ഒരുപാട് ബലപ്പെടുത്തി. കാരണം ഇപ്പം 2022 ഇല്ലെങ്കിൽ ആ 2016 എൻ്റെ കോളേജ് പഠനം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഒരുപാട് ചിരിച്ചു. ഇപ്പോഴും ഞാൻ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുമുണ്ട്, അതിന് മറുപടി എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വേറെ യാതൊരു അനുഭവങ്ങളും അല്ലെങ്കിൽ വേറെ യാതൊരു വിഷമങ്ങളും അന്ന് ഞാൻ കരഞ്ഞതിൻ്റെ പ്രതിഫലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത്രയും വർഷം, അത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് വീട്ടിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു. കാരണം അമ്മ എന്തൊരു ചോദ്യം വരും. അപ്പോൾ അതിന് ഞാൻ മറുപടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനങ്ങനെ ഒഴിവാകുമായിരുന്നു, എല്ലാത്തിനും മാറി മാറി നിൽക്കുമായിരുന്നു. പക്ഷേ എങ്കിലും ഒരുപാട് സ്നേഹം തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് അത് ആ ഒരു അനുഭവം കൊണ്ട് വരുവാണെങ്കിൽ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ലഭിച്ചു, ഒരുപാട് കൂട്ടുകാരെ ലഭിച്ചു, ഒരുപാട് റിലേറ്റീവ്സിനെ ലഭിച്ചു. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. ദൈവം എനിക്ക് തന്നിരിക്കുന്നതിൽ ഞാൻ ഭയങ്കര തൃപ്തിയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർത്തും വേറൊരു വചനം ഇങ്ങനെ എൻ്റെ ലൈഫിന് അനുഭവം ഇല്ലെങ്കിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ മടങ്ങി ഇതുപോലൊരു വീഡിയോ ഇടുന്നതായിരിക്കുന്നു ആഗ്രഹിക്കുന്നു. താങ്ക് യു.